ഹലോ, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊൽക്കട്ടേൻ്റെ പുതിയ മുഖം എന്നറിയപ്പെടുന്ന ന്യൂ ടൗണിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു 6 മണിക്ക് സൈക്കിളായി ഇറങ്ങി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്നലെ കണ്ട വിശ്വ ബംഗ്ലാ ഗേറ്റ്, അതായത് ആ ഹാങ്ങിങ് റെസ്റ്റോറൻ്റ് ആണ് കാണാൻ പോകുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് എല്ലാ മെയിൻ സ്പോട്ട്സും 5 മിനിറ്റ്സ് ഇൻ്റർവെല്ലിലാണുള്ളത്. സോ നമ്മൾ സൈക്കിളിൽ കണക്ട് ചെയ്ത് പോവാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ സൈഡിലൂടെ സ്റ്റെപ്സ് ഉണ്ട് മേലെ കയറാൻ. പക്ഷേ സ്റ്റെപ്പ് മാത്രമല്ല കേട്ടോ, കയറാൻ വേറെയും ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഫുള്ള് ഗ്ലാസ് ആണേ. നമുക്ക് ഇങ്ങനെ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ളിലിരിക്കുന്നത് ഫുള്ളിങ്ങനെ കാണാം. കണ്ടോ, ഇങ്ങനെ റൗണ്ടാണ്. കണ്ടോ, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് കേട്ടോ. അത് ഈ ബിൽഡിങ്സ് കാണുന്നില്ലേ, നോ ഹോൺ സോൺ. ഇവിടെ ഒന്നും നമുക്ക് ഹോൺ അടിക്കാൻ പാടില്ല കേട്ടോ, നോ ഹോൺ സോണാണ്. ഇത് ഫുൾ ടെക്നോ ഡെവലപ്മെൻറ്റ് IT സെക്ടർ എക്കണോമിക് സോണാണ്. കണ്ടില്ലേ ബിൽഡിങ്സ്, ആ ഏറ്റവും തൊട്ട് ഇതുവരെ വലിയ ബിൽഡിങ്സാണ്. കൊൽക്കത്ത ITS സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് ഇത് ഗേറ്റ് 2 ആണ്. അപ്പോൾ ഇതാണ് ആ എക്കണോമിക് സോണിൻ്റെ സെക്കൻഡ് ഗേറ്റ്. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഗേറ്റും കൂടെ ഉണ്ട്, ഫസ്റ്റ് ഗേറ്റ് ഉണ്ടെന്ന് ഉറപ്പായി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഏറ്റവും തൊട്ട് നമ്മളിത് ആ ജംഗ്ഷനിൽ വന്ന ആ ഏറ്റവും വരെ ഈ IT സെക്ടറാണ്. നമുക്കിവിടെ കാണാം അവിടെ എഴുതിയിട്ടുണ്ട്. ഫുൾ ഒരു സെപ്പറേറ്റ് ബ്ലോക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം ഫുൾ IT ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കാന്ന് തോന്നുന്നു. ജോലിക്ക് പോവാ. ഇപ്പൊ ദേ ഇവിടെ ഉള്ളൊരു ബസ് സ്റ്റേഷനിലാണ് കേട്ടോ എത്തിയത്. ഇവിടെ ഡിജിറ്റൽ ബോർഡൊക്കെ ഉണ്ട്. ഇതാ കണ്ടോ, നമുക്കിവിടെ ബസ് റൂട്ട് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ കാണാം, റൂട്ട് ഡെസ്റ്റിനേഷനൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, വേസ്റ്റ് ഇടാനുള്ള, പ്ലസ് ഇവിടെ ഒരു ചെറിയ എക്സസൈസ് എക്യുപ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ടാറ്റ കൺസൾട്ടൻറ്റ് സർവീസ് ലിമിറ്റഡ് ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു എക്കണോമിക് സോണിലെ ബസ് സ്റ്റോപ്പ്. ഇവിടെ ഈ സൈക്കിൾ ട്രാക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഈ സിറ്റി എത്രത്തോളം സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ കാഴ്ച നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഇത് കാണാം എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഈ അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ചായക്കടയിലാണ് ചായ കുടിക്കാൻ വന്നത്. അതുപോലെ ചായ ഓർഡർ ചെയ്തില്ലേ? നമ്മൾ നമ്മുടെ സൈക്കിളായിട്ട് ഈ ട്രാക്കിലൂടെ മാത്രമാണ് പോകുന്നത്. റോട്ടിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം പോലില്ല നമുക്ക്. എല്ലാം ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ അവർ നമ്മളോട് ഒരു സൈക്കിൾ ട്രാക്ക് ഉണ്ട്, അത് കറക്റ്റാണ്, സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സൈക്കിൾ ട്രാക്കിലൂടെ വന്ന് ഇനിയിപ്പോൾ ഈ നേരെ കണ്ട് സൈക്കിൾ ട്രാക്കിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ മിനി താജ്മഹൽ കണ്ടു കേട്ടോ. ഇതിൻ്റെ അകത്ത് 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ് അതേപോലെ അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കോപ്പി താജ്മഹലിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ ബംഗാളിലെ കൊൽക്കട്ടയിലുള്ള എക്കോ ടൂറിസം പാർക്കിൽ വന്നാൽ മതി എന്ന് മനസ്സിലായി. ഇപ്പോൾ 8:30 ഒക്കെയാണ് കേട്ടോ ടൈം. നമ്മൾ 6 മണിക്ക് ഇറങ്ങിയതാണ്.
ഇത് കണ്ടില്ലേ ബാക്കിൽ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അറിയോ. ചിലപ്പോൾ നമ്മൾ ഇനി ഒരു 12 മണിക്കൊക്കെ ആ ടൈമിലാണ് വന്നു വെച്ചാൽ ഇത്ര ഫ്രീ ആയിട്ട് നമുക്കിതൊന്നും ഫോട്ടോ എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. ആൾക്കാരുണ്ടാവും എന്നാണ് തോന്നുന്നത്. അത്ര ക്രൗഡഡ് ആവാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ആരുമില്ല, എല്ലാ വർക്കേഴ്സും വരുന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര വേറൊരു ആംബിയൻസിൽ അവർ നീറ്റ് ആൻഡ് ക്ലീൻ പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മദേഴ്സ് വാക്സ് മ്യൂസിയം ഇന്നലെ അവർ പറഞ്ഞത് WM അതാണ് ലോഗോ. ഇവിടെ ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും. സൽമാൻ ഖാൻ ഉണ്ട്, ഗാന്ധിജി ഉണ്ട്, ടെണ്ടുൽക്കർ ഉണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്. അങ്ങനെ ഒരുവിധ എല്ലാ ആൾക്കാരുടെയും വാക്സ് പ്രതിമകൾ ഇതിൻ്റെ അകത്തുണ്ട്. പോസ്റ്റായി നിൽക്കുകയാണ്. ഈ മദർ മ്യൂസിയം ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. ഇതേ നമ്മുടെ സൈക്കിൾ പഞ്ചറായി, അതിൻ്റെ ഫ്രണ്ട് ടയർ പഞ്ചറായി. കണ്ടില്ലേ, ഇതേ ഇവിടെ നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ അജ്മൽ ഇപ്പോൾ പമ്പ് അന്വേഷിച്ച് പോയതാണ്. ഇവിടെ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് നേരെ പോയാൽ അവിടെ ഒരു പമ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആദ്യം ചെന്നപ്പോൾ കിട്ടിയില്ല. പിന്നെ ഒരാൾ പറഞ്ഞു നമ്മൾ വന്ന വഴിയില്ല, മെട്രോ വഴി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. ചെറിയ ഇവിടുത്തെ ഓട്ടോയിലൊക്കെ കയറും. ഇത് ഫോൾഡബിൾ അല്ലേ. പക്ഷേ ഇനി പമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് നമ്മളെടുത്ത റൂം. ഞാൻ പറഞ്ഞില്ലേ ഈ സിറ്റി തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അജ്മൽ പറഞ്ഞത് അവിടെ പോയി കാർ എടുത്തിട്ട് വരാം എന്നാണ്. അപ്പോൾ എന്തായാലും അറിയില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ 12 മണിക്കാണ് നമുക്ക് ഈ മ്യൂസിയം ഓപ്പൺ ചെയ്യുക. അപ്പം ആളുകളൊക്കെ വന്നു തുടങ്ങി കണ്ടോ. ടൂറിസ്റ്റുകളൊക്കെ അവിടെ കാറിലൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാനിവിടെ അജ്മലിൻ്റെ പമ്പും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കാം. Ready to go. തല ചായ്ക്കാൻ ഒരു ചാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈക്കിളിന്. ആള് ടയർ ഊരാണ് കണ്ടോ. ഡൗട്ടുള്ള സ്ഥലത്ത് വെള്ളത്തിൽ ആളിങ്ങനെ മുക്കി. അപ്പം ഇങ്ങനെ കുമ്പള പോലെ വരും അല്ലേ, അങ്ങനെയല്ലേ? കുമ്പള പോലെ വരേണ്ടതാണ് കേട്ടോ. ഹോളുണ്ടെങ്കിൽ കണ്ട കുമ്പള വരുന്നുണ്ടോ? यहाँ प्रॉब्लम है भैया? वही ओके ओके. ऐसा रब करेगा तो ठीक हो जाएगा? छोटा है तो ठीक हो जाएगा? ठीक हो जाएगा. ഓ അപ്പോൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതൊക്കെ ആണെങ്കിൽ റെഡി ആവുമെന്നാണ് ചേട്ടൻ പറയുന്നത്. അങ്ങനെ പൂർവാധികം ശക്തിയോടെ സൈക്കിൾ റെഡി ആയിരിക്കുന്നു. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പറക്കാം സൈക്കിളിലോ. പറക്കാനൊന്നും പറ്റില്ല. ആകെ 25 കിലോമീറ്റർ മാക്സിമം സ്പീഡ്. ഞാൻ ഒരു 10-12 പോകാറുള്ളൂ. അപ്പോൾ ഇതിന് അജ്മൽ 20 റുപ്പീസ് കൊടുക്കുകയാണ്. താങ്ക് യു ഭയ്യ. ഇവിടെ ചോറ് മീൻ എല്ലാം ആയിട്ടുണ്ട്. ഇവിടെ ഷോപ്പുകളിലൊന്നും ബീഫ് കിട്ടൂല കേട്ടോ. നോ ബീഫ് ബോർഡ് ഉണ്ട്. അപ്പം ഇതാണ് ന്യൂ ടൗണിൻ്റെ ഒരു ചെറിയ പോർഷൻ. ഇത് നമ്മൾ താമസിക്കുന്ന പോർഷൻ്റെ അടുത്തുള്ള ഏരിയാസ് മാത്രമാണ് കറങ്ങിയത്. ഇതല്ല ന്യൂ ടൗൺ. ന്യൂ ടൗൺ എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്. നമ്മൾ ഇപ്പോൾ ഈ രാവിലെ നമ്മൾ സൈക്കിളിൽ കാണാത്ത തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇനിയും ന്യൂ ടൗണിൽ കാണാനുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് തന്നെ ഒരു അടിപൊളി അനുഭവമായിരുന്നു രാവിലെ സൈക്ലിംഗ്. പിന്നെ ഈ സൈക്കിൾ ട്രാക്കാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ മോർണിംഗ് സൈക്ലിംഗ് നമ്മൾ ചെയ്തു. ഇനി ഒരു ഉച്ചയോട് കൂടിയിട്ട്
ഈ മ്യൂസിയത്തിൻ്റെയും എക്കോ പാർക്കിൻ്റെയും ഒക്കെ അകത്ത് കയറി കാണാമെന്ന് വിചാരിക്കുന്നു. അജ്മലിൻ്റെ സൈക്കിളിൽ കയറിയേക്കാണ്. ഇത് കുറച്ച് ഹെവിയാണ്. എനിക്ക് എൻ്റെ ഒരു ഇതിൽ കപ്പാസിറ്റിയിൽ എൻ്റെ ലൈറ്റാണ്, എനിക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ഈസിയാണ്. ഇത് ഞാൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാല് ജസ്റ്റ് കുത്താനേ പറ്റുള്ളൂ. പക്ഷേ ഇറങ്ങണമെങ്കിലൊക്കെ ഇതെനിക്ക് ഇങ്ങനെ സൈഡിലേക്കൊക്കെ മറിയുന്ന പോലെ തോന്നും. കുറച്ച് വലിയ ടയറാണ്, അതുകൊണ്ട് ബാലൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. കണ്ടോ ബാലൻസ് കിട്ടുന്നുണ്ടോ? എൻ്റെ എനിക്ക് ഇങ്ങനെ ഒരു കയ്യിൽ ഗോപ്രോ പിടിക്കാൻ പറ്റില്ല, പക്ഷേ അജ്മലിൻ്റെ പറ്റും. കാരണം ഇതേ അജ്മൽ എൻ്റെ സൈക്കിൾ ഓടിച്ചടക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ബൂട്ട് സ്പേസ് ഉണ്ടാവുക ഫ്രീ ആയിട്ട്. ഇത്രയും സ്ഥലമുണ്ട്, പക്ഷേ നമ്മുടെ ഈ 2 സൈക്കിൾ വെക്കുന്നതുകൊണ്ടാണ് അത് ഫുൾ ഫില്ലാവാൻ പോകുന്നത്. അപ്പോൾ ഇതാ സൈക്കിൾ മടക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ഹാൻഡിൽ അവിടെ ഒരു റിലീസ് ബട്ടൺ ഉണ്ട്, ദേ ഒടിച്ചു. അത് കഴിഞ്ഞ് മിഡിലിൽ എഗെയിൻ അവിടെ റിലീസ് ബട്ടൺ ഉണ്ട്. ഒറ്റയടിക്ക് അതിപ്പോൾ ഫോൾഡ് ആവേ. ഇതാ ആണോ? യെസ്, ഇത്ര ചെറുതായി. ദേ അപ്പോൾ അജ്മലിൻ്റെ സൈക്കിൾ ആദ്യം വെച്ചു, കാരണം അത് കുറച്ച് വലുതായതുകൊണ്ട് അത് നമ്മൾ ഉള്ളിൽ വെക്കും. അത് കഴിഞ്ഞിട്ടുള്ള സ്പേസ് എൻ്റെ സൈക്കിളിൻ്റെ. ഇനി അടുത്ത എൻ്റെ സൈക്കിളാണ്. ഇത് നമ്മൾ വാങ്ങിയ ഒരു ക്വിൽറ്റാണ്. നമ്മളിത് കിടക്കാൻ വാങ്ങിയ അതേപോലെ തന്നെ ഇത് 200-ൻ്റെയാണ് വാങ്ങിയ കേട്ടോ. ഇതിട്ടാണ് സൈക്കിൾ കവർ ചെയ്യുന്നത്, കാരണം 2 സൈക്കിൾ അടുപ്പിച്ച് വെക്കുമ്പോൾ അത് തമ്മിൽ സ്ക്രാച്ച് ആവരുതല്ലോ, അതിനാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. ഇനി അടുത്ത എൻ്റെതാണ് കേട്ടോ. ഇതാ എൻ്റെതിൻ്റെ പണി തുടങ്ങി. ഹാൻഡിൽ ഇതേപോലെ മടക്കുന്നു, പിന്നെ സെയിം നടുവിലത് ഊരുന്നു, ഇതേ ഫോൾഡ് ആവുന്നു. ആണോ? എൻ്റെ സൈസ് കുറച്ച് ചെറുതാണ്. നേരെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നു. ഇത് വെയിറ്റ് കുറവാണ്, എനിക്കും എടുത്ത് വെക്കാം സിമ്പിളായിട്ട് കേട്ടോ. ഞാൻ പിന്നെ ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് എടുത്ത് വെക്കാത്തത്. ഇത് ഭയങ്കര വെയിറ്റൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഒറ്റ ലിഫ്റ്റിന് പൊക്കി വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ പറയുന്ന കുളിച്ചിട്ട് കവർ ചെയ്താൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ചെറിയ ജർക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കാറിൽ എവിടെയും സ്ക്രാച്ച് കിട്ടില്ല, സൈഡിലൊന്നും കിട്ടില്ല. അതുണ്ടാവും, കണ്ടില്ലേ, എവിടെയും സ്ക്രാച്ച് കിട്ടില്ല കാറിലും സീറ്റിലും ഒന്നും. അതാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി. ഇനിയിപ്പോൾ ഇതും നമുക്ക് മൂടാം. ഇത് മൂടിക്കും. അങ്ങനെ നമ്മുടെ 2 സൈക്കിളും ഇതാ ഡിക്കിയിൽ കയറി. കണ്ടോ? ഓക്കെ, ഇപ്പം കാണില്ലേ? അപ്പോൾ ഇത്ര സ്പേസ് ഉണ്ടെന്ന് ഫീൽ ചെയ്തില്ലേ? പക്ഷേ ഇപ്പം നമുക്ക് ഒരു ഇത്തിരി സ്പേസ് അല്ലേ ഉള്ളൂ ഇത് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ 5 ലിറ്റേഴ്സിൻ്റെ വെള്ളമാണ് വാങ്ങാറ്, ബിസ്ലറി പോലത്തെ ഏതെങ്കിലും കിട്ടുന്നത് വാങ്ങും. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇത്തിരി സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മറ്റേ ക്യാനില്ലേ, ആ ക്യാൻ തന്നെ വാങ്ങിയാലോ വിചാരിക്കാതെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? 2 സൈക്കിൾ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആ ക്യാൻ ഇരുന്നോളും. അപ്പോൾ അതല്ലേ നല്ലതെന്ന് വിചാരിക്കുന്നത്. കണ്ടില്ലേ? ഇപ്പം ഈ ഗ്യാപ്പിലൊക്കെ ഈ രാത്രി കിടക്കുമ്പോഴുള്ള പില്ലോസ്, പിന്നെ വേറെ 2 ക്വിൽറ്റ് ഉണ്ട് പറഞ്ഞില്ലേ, അതൊക്കെ പകൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നിറയ്ക്കും. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇനിയിപ്പോൾ ബാക്കോട്ട് പോവും. ഇവിടെ ഈ സീറ്റിൻ്റെ അടിയിലും ഇവിടെയും നമ്മൾ 2 ബാഗ് വെച്ചിട്ടുണ്ട്, അപ്പുറത്തും ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ അടിയിലാണ് ബാഗിൽ ഷൂസ് വെക്കുന്നത്. അങ്ങനെ ഓരോന്നിനും ഈ സൈസ് വെച്ചിട്ട് പൗച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഫാനും കാര്യങ്ങളൊക്കെ മിഡിലാണ് വെക്കുക. അപ്പോൾ ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നീറ്റാവും കേട്ടോ. പിന്നെ ബാക്കി ഡ്രസ്സും കാര്യങ്ങളും എല്ലാവരെയും നമ്മുടെ കരിയറിനകത്ത് തന്നെ. ഓൾ സെറ്റ് ഇതാ വെച്ചു, കണ്ടോ? കറക്റ്റ് കൊണ്ടു. പിന്നെ ബാക്കി ഇതാ നമ്മുടെ നൈറ്റ് പില്ലോ. ഇതാണ് നൈറ്റ് പില്ലോ. ഇത് നമ്മൾ സാധാ ആമസോണിൽ നിന്ന് ഒരു പില്ലോ വാങ്ങിയിട്ട് വലപ്പാടുള്ള ഒരു കട, നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ ഇതടിക്കും കവർ, അവിടെ നിന്ന് തന്നെ അടുപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇതാ നമ്മുടെ ഫിൽറ്റ് 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ താഴെ ഒന്നുകൂടെ ഉണ്ട്.
പിന്നെ ഒരു ചെറിയ പുതപ്പുണ്ട് അതിൻ്റെ. ഇതെല്ലാം ഈ സൈഡിൽ നമ്മൾ ഫില്ല് ചെയ്തു. ഇതേപോലെ നമ്മുടെ ബക്കറ്റ്, ഫോൾഡിങ് ബക്കറ്റ്, പിന്നെ ഫോൾഡിങ് ബാസ്ക്കറ്റ് ഇതെല്ലാം ഉണ്ട്. അതൊക്കെ ഇവിടെയും പോകും. ഇങ്ങനെയാണ് നമ്മൾ കാറിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ സൈക്കിൾ എടുക്കുന്നു, പോകുന്നു, തിരിച്ച് സൈക്കിൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുന്നു, കൊണ്ടുപോകുന്നു. അത്ര ഈസിയാണ്.